everyone, ഞാൻ നിഷാനി. Welcome to my Q&A video. ഇതെൻ്റെ യൂട്യൂബിലെ സെക്കൻഡ് വീഡിയോ ആണ് ആൻഡ് ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇൻറ്ററാക്റ്റീവ് സെഷൻ പോലത്തെ ഒരു വീഡിയോ. സോ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാൻ നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ 20 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തു. പക്ഷെ അതിൽ 3 ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചു. സോ ഐ തോട്ട് അതിനെ ഈ 20 ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാതെ അല്ലാതെ അതിൽ ആൻസർ. ഏറ്റവും കൂടുതൽ കിട്ടിയ ക്വസ്റ്റ്യൻ ഇസ് ഹെയർ കെയർ. ഞാൻ ഹെയറിന് വേണ്ടി എന്താ ചെയ്യുന്നത്? സത്യം പറയാമല്ലോ, അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആൻഡ് എനിക്ക് എൻ്റെ മുടീനെ കാട്ടിയും ഒക്കെ ഇഷ്ടം അമ്മൂൻ്റെയും ഹൻസുവിൻ്റെയൊക്കെ. ഹൻസുവിൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വലിയ കെയറൊന്നും എടുക്കാറില്ല കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു എണ്ണയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. ആൻഡ് 2 days കൂടുമ്പോഴാണ് എണ്ണ, ഷാംപൂ, കണ്ടീഷണർ ഇട്ട് കുളിക്കുന്നത്. ഇന്ന കമ്പനി ഉപയോഗിക്കും അങ്ങനെയൊന്നുമില്ല. വീട്ടിലേത് വാങ്ങിക്കൊണ്ടുവരും അത് ഉപയോഗിക്കും. പിന്നെ ഒരു മൂടുണ്ടെങ്കിൽ മുടിയൊക്കെ ചീകി ഞാൻ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സെറം എടുത്ത് തേച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഊരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട്. സോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, അല്ലാതെ വലിയ കെയറൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഹെയർ മാസ്ക് വല്ലതും കണ്ടാൽ ഞാൻ ചിലപ്പോൾ വാങ്ങി ട്രൈ ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ ഹെയർ കെയർ ഒക്കെ. പിന്നെ യുവർ 3 ബിഗ്ഗസ്റ്റ് ഫിയർ. അതിപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഫിയർ ദിയയുടെ Q&Aയിൽ പറഞ്ഞതും സെയിമാണ് എനിക്ക്. പല്ലി. എൻ്റെ അമ്മോ, പല്ലിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു പേടിയാണ്. ഒരിക്കൽ കോളേജിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കോളേജിൽ, അലീന എന്ന്, ഞാൻ അല്ലു എന്ന് വിളിക്കും. ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലുവിന് എന്നെ കാട്ടിയും പേടിയാണ് പല്ലീനെ. ഒരിക്കൽ നമ്മൾ കോളേജിലെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ അല്ലുവിൻ്റെ ടോയ്ലറ്റ് ഡോറ് തുറന്ന് വന്നപ്പോഴത്തേക്കും ഡോറിൽ നിന്ന് എവിടെ നിന്നോ ഒരു പല്ലി പറന്ന് വന്ന ഡോറിൻ്റെ ഫ്രണ്ട് വീണു. അതായത് ഇറങ്ങാൻ പറ്റുന്നില്ല, ഫ്രണ്ടിലൊരു പല്ലി. അല്ലു ഡോറടിച്ച് നിഷാനി എന്തെങ്കിലും ചെയ്യുമോ, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അല്ലുവിനെ കാട്ടിയില്ല, എന്നാലും അത്യാവശ്യം പേടിയായിരുന്നു. ചില പല്ലി നമ്മളിങ്ങനെ തട്ടിയാതെ ഓടിപ്പോവും. ചില പല്ലിയുണ്ട് ഇങ്ങനെ അനങ്ങാതിരിക്കും. ഈ പല്ലി ആ കൂട്ടത്തിലുള്ള. എനിക്ക് അതിനാണ് പേടി. ചാടി വല്ലതും വന്നാൽ ഞാൻ അവിടെ വീഴും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഈ പല്ലിയാണെങ്കിൽ പതുക്കെ തലയൊക്കെ ഇങ്ങനെ പൊക്കാൻ തുടങ്ങിയേ, ഈ ഹാൻഡ്സ് പൊസിഷനൊക്കെ പോലെ. ഞാനിങ്ങനെ പറയുന്നിടെ അല്ലു അതിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി അകത്തോട്ട് വരുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അല്ലു കീറി വിളിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് 3rd year ഒരു ചേച്ചി വന്നു. ആ ചേച്ചിക്ക് പേടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ നിന്ന് ചൂലെന്തോ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ അത് പോയി. ഡോറ് തുറന്ന് നമ്മളൊരു ഒറ്റ ഓട്ടം, നമ്മുടെ ക്ലാസ് തൊട്ടടുത്ത ഓടിപ്പോയി. നമ്മൾ കുറച്ചേരം ഇരുന്നിട്ട് തമ്മിൽ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ മിണ്ടാതിരുന്നു. വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ, എനിക്ക് അത്രയ്ക്ക് പേടിയാണ് പല്ലീനെ. ശരിക്കും എനിക്ക് മോസ്റ്റും ഹൻസുവിനും പേടിയാണ്. ആൻഡ് എൻ്റെ അടുത്ത ഫിയർ ലൂസിങ് മൈ ലവ്ഡ് വൺസ്. എനിക്ക് എൻ്റെ ഡെത്തിനെ കാട്ടിയും പേടി എനിക്ക് ഇഷ്ടമുള്ളവരുടെ ഡെത്താണ്. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇതുവരെ ടച്ച് വുഡ് എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരെയും അങ്ങനെ ഐ ഹാവൻറ്റ് ലോസ്റ്റ്. ബട്ട് എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ്. പിന്നെ ഫിയർ അല്ല, എന്നാലും ഒരു ചെറിയ പേടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അൺനോൺ നമ്പേഴ്സ് എടുക്കാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. മാക്സിമം എൻ്റെ ഫോണിൽ ഇപ്പോൾ അല്ല അൺനോൺ നമ്പേഴ്സ് വന്നാൽ ഞാൻ ഇങ്ങനെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഒന്ന് എടുക്കൂ, എൻ്റെ പരിചയമുള്ള ആളാണ് തന്നോ, അല്ലെങ്കിൽ ഈ ശനി കുളിക്കാന്ന് എന്തെങ്കിലും പറയും. അത് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഒരു ഇതാണ്. അടുത്ത ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് നീഡിങ് എ ബ്രദർ? ഇല്ല കേട്ടോ, കാരണം നമ്മൾ 4 പേര് തന്നെ അത്യാവശ്യം രസമാണ് വീട്ടിൽ. നമുക്കങ്ങനെ ബോറടിച്ചിട്ടേ ഇല്ല, ടു ബി ഓണസ്റ്റ്. പിന്നെ ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് നോ, ഒട്ടും പരിചയമില്ല ഒരു ബോയ് വീട്ടിൽ വന്നിട്ടുള്ള. സോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതായത് ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if you and your sisters are acting in the same movie, then what genre of movie would you choose? Sham Vishnu. Hi Sham. ഞാനും ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഒരു ഫിലിമിൽ അഭിനയിക്കുകയാണെങ്കിൽ I would go for a horror movie. And most likely
എനിക്ക് പ്രേതം കയറുന്ന പോലെ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. If you were asked to chop off your hair for a film, would you do it? Sindhu Sunu 12. Hi Sindhu. മുടിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആൻഡ് ഐ എം ലക്കി ടു ഹാവ് സച്ച് ഗുഡ് ഹെയർ. താങ്ക് യു. പക്ഷേ ഇപ്പോൾ ഒരു ഫിലിമിന് വേണ്ടി മുടി വെട്ടണം എന്ന് പറയുകയാണെങ്കിൽ ഐ മൈറ്റ് ഡു ഇറ്റ് ഇഫ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ആ മൂവി അത്രയ്ക്ക് നല്ല സംഭവമാണ്. And if I'm sure like മുടി വെട്ടിയാൽ I won't regret, then I'll do it. I might, yeah. The most difficult thing you did in your life which later became the most memorable experience of yours. Amna Abdul Majid. ഇതും ദിയ പറഞ്ഞായിരുന്നു. നമ്മുടെ മോൾഡീവ്സിൽ പോയപ്പോൾ സ്കൂബ ഡൈവിങ്. മോൾഡീവ്സിൽ പോയതിൻ്റെ ഒരു ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്കൂബയ്ക്ക് പോകുന്നതായിരുന്നു. പക്ഷേ എനിക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വന്നു. ആക്ച്വലി എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഈ സീ സിക്നെസ് ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മൾ 4 പേരായിരുന്നു പോയത്. അമ്മു, ഓസി, ഞാൻ, പിന്നെ അമ്മുവിൻ്റെ ഒരു ഫ്രണ്ട് റിയ ചേച്ചി. അപ്പോൾ അമ്മുവും റിയ ചേച്ചിയാണ് ആദ്യം പോയത്. 2 പേർക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പോയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മളിങ്ങനെ ബോട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ബോട്ട് ഓഫ് ചെയ്തിട്ടേക്കുക, കടലിലാണ്. അപ്പോൾ കടലിലാകുമ്പോഴത്തേക്കും നല്ല വേവ്സ് ആണല്ലോ. ഈ ഒരേ സ്ഥലത്ത് തന്നെ ബോട്ട് അനങ്ങാതെ കുറേ നേരം ഇട്ടാൽ പെട്ടെന്ന് കുറേയൊക്കെ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലം ഫുൾ ഇങ്ങനെ കിടന്ന് കുലുങ്ങും. ഒരു പരിധിവരെ സഹിക്കാം. പിന്നെ എനിക്ക് തീരെ പറ്റിയില്ല. ആദ്യമൊക്കെ ആക്ച്വലി എനിക്കായിരുന്നു ഒരു കുഴപ്പമില്ല. അത് ഓസിക്കായിരുന്നു ഭയങ്കര എന്തോ പോലെയൊക്കെ. പിന്നെ ഓസിക്ക് ഓക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കതങ്ങ് കയറി. എനിക്ക് പെട്ടെന്ന് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഐ വോണ്ടഡ് ടു സ്റ്റാൻഡ് അറ്റ് എ നോർമൽ പ്ലേസ് എവിടെയെങ്കിലും. പക്ഷേ ചുറ്റും നോക്കുമ്പോൾ ഇങ്ങനെ കിടന്നാവുക. നമ്മുടെ ടേൺ എത്താറുമായി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അവിടുത്തെ ഒരു ബോട്ടിലൊരു ചേട്ടൻ ഈ പട്ട ഗ്രാമ്പ് പോലത്തെ ഒരു സാധനമല്ലേ, ആ ബ്ലാക്ക് സാധനം, പൂവിൻ്റെ ഷേപ്പിരിക്കുന്നത്, അത് തന്നു. അത് മണപ്പിച്ചാൽ ബെറ്റർ ആവുമെന്ന് പറഞ്ഞു. അതൊക്കെ മണപ്പിച്ചു. കുറച്ചൊരാശ്വാസം കിട്ടി. എന്നാലും വലുതായിട്ടൊന്നും എത്തിയില്ല. അങ്ങനെ അമ്മും റിയ ചേച്ചിയും വന്നു. നമുക്ക് ചാടണം. എനിക്ക് ഛർദ്ദിക്കണം, തല കറങ്ങണം. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സ്കൂബയുടെ സാധനമൊക്കെ ഭയങ്കര ഒത്തിരി വെയിറ്റാണ്. അതൊക്കെ ഇട്ട് നടന്ന് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. വെള്ളത്തിൽ ചാടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. ചെറിയ പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും, കാരണം അത്രയും ഡീപ്പ് പോകണം. പക്ഷേ ഐ തോട്ട് ഇപ്പം ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യും, അവിടെ പോയിട്ട് ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. സോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ ചാടി കുറച്ചൊക്കെ ഉള്ളിൽ പോയപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഓക്കെ. വലിയൊരു പ്രശ്നമില്ലായിരുന്നു. അകത്തെ ഭംഗിയൊക്കെ കണ്ട് ഞാനിങ്ങനെ മറന്നുപോയി ഛർദ്ദിക്കാൻ വന്നത്. പിന്നെ അകത്ത് പോയി കുറേയൊക്കെ കണ്ട് ഒരു 15-20 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ആ ഒരു സെൻസേഷൻ വന്നു വോമിറ്റിങ്ങിൻ്റെ. അകത്ത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ വായിക്കൂടെയാണ് ആ ഒരു ബ്രീതിങ് സാധനം വെച്ചേക്കുന്നത്. സോ അത് ഊരാനും പറ്റത്തില്ല. ഞാനപ്പോൾ ഇൻസ്ട്രക്ടറിനോട് പറഞ്ഞു മേളിൽ പോകണം, ഇതാണ് മേളിൽ പോകേണ്ട സൈൻ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മേളിൽ പോകാൻ പറ്റത്തില്ല, എയർ പ്രഷർ കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ അയാൾ ഓക്കെ എന്ന് ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും പതുക്കെ പോകാൻ പറ്റും. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോൾ ആ ഓസി ആണെങ്കിൽ അവിടെ എൻജോയ് ചെയ്ത് തീർന്ന പോലുമില്ല എന്നെ, കാരണം അവളെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ മേളിൽ എത്തിയതും ഞാനത് വലിച്ചൊരു ഒരൊറ്റ ഛർദ്ദിലായിരുന്നു. ആ ഇൻസ്ട്രക്ടർ ചേട്ടൻ. സോ അത് അപ്പം ഞാൻ പിന്നെ സ്ഥലം എത്തുന്ന വരെ ഞാൻ ഇങ്ങനെയായിരുന്നു ബോട്ടിൽ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് റൂം എത്തിയപ്പോൾ രാത്രി ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്തത് നന്നായി. ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെ വലിയൊരു ലോസ് ആയിരുന്നു, കാരണം ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ യുവർ എക്സ്പീരിയൻസ് ഇൻ യുവർ ഫസ്റ്റ് മൂവി 1. അബ്ദ 12. ഹായ് അബ്ദ. അച്ഛനും ചേച്ചിയും ഒക്കെ ഫിലിമിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ ഒരു ബോധം വന്ന പ്രായത്തിന് ശേഷം ഇതുവരെ മൂവി സെറ്റിലൊന്നും പോയിട്ടില്ല. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ ചതിക്കാത്ത ചന്തുവിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഫോട്ടോസിലൂടെ മാത്രമുള്ള ഓർമ്മയുള്ളൂ. പിന്നെ ഏതോ 1-2 സെറ്റിലും പോയിട്ടുണ്ട്, അതും കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു. അപ്പോൾ ഐ ഡോണ്ട് നോ ഹൗ എ ഫിലിം സെറ്റ് ആക്ച്വലി വർക്ക്സ്. എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം നല്ല ടെൻഷനോടെയൊക്കെയാണ് ഞാൻ പോയത്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ ഒരു ന്യൂ കമ്മറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ആരും എൻ്റെ മേലിലിട്ടില്ല. എവരിബഡി വാസ് കൂൾ ആൻഡ് ചിൽ. അപ്പോൾ ഞാനും ആലോചിച്ചു, ഇത്രയേ ഉള്ളൂ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് തരും, ഞാൻ ഡയലോഗ് പഠിക്കും. അവിടെ പോകുമ്പോൾ ഡയലോഗ് മറക്കല്ലേ എന്നായിരുന്നു ആകെ ഒരു പേടി. മറക്കാതെയൊക്കെ പറഞ്ഞു.
ആൻഡ് ഫസ്റ്റ് മൂവി തന്നെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്. പിന്നെ കോസ്റ്റാർസ് മാത്യു ഒക്കെ പാവമാണ്. എല്ലാവരും പൊതുവെ ഭയങ്കര ചില്ലായിരുന്നു. വലിയ ടെൻഷനൊന്നുമില്ല, ഒരു പ്രഷർ ഇല്ലായിരുന്നു. ലൈക്ക് ഫസ്റ്റ് മൂവിയാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. വളരെ കാം ആൻഡ് സ്വീറ്റ് ആയിരുന്നു. എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് യുവർ ക്രൈം പാർട്ട്ണർ? ടെൽ മീ ആൻ ഇൻസിഡൻറ്റ്. അപർണ ധിനു. ഹായ് അപർണ. ഇത് പറയുമ്പോൾ എനിക്ക് ആകെ ഒരു കാര്യം ഓർമ്മ വരും. ഞാനും ഓസിയും. ഇത് ആക്ച്വലി ക്രൈം അല്ല, വളരെ ഒരു കോമഡി ആയിട്ടുള്ളൊരു കാര്യം. അന്ന് ട്രാജഡി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കോമഡി ആലോചിക്കുമ്പോൾ. കുഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് മുടി വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് എപ്പോഴും പൊതുവേ കുറച്ച് ലോങ് ഹെയർ ആയിരുന്നു. സോ നമുക്ക് ലോങ് ഹെയർ മടുത്ത് നമുക്ക് ഷോർട്ട് ഹെയർ വേണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ, സാറ്റർഡേ സൺഡേ ആയിരുന്നു എന്തോ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ ഉറക്കം എണീച്ചപ്പോഴത്തേക്കും അമ്മ, നമ്മൾ ആരും അറിയില്ല, സീക്രട്ടായിട്ട് അമ്മൂന് മുടി വെട്ടി കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്ര എന്തോ വെട്ടിക്കൊട്ടു, ഇത്ര എന്തോ. അപ്പോൾ ഞാൻ ഓസിയും പറഞ്ഞത് ശരിയല്ല, നമുക്ക് വെട്ടണം അമ്മ, നമുക്ക് വെട്ടിത്താന്ന് പറഞ്ഞു. അമ്മ ഓക്കെ നമ്മളെ പറ്റിക്കാന്ന് വെച്ചിട്ട് അമ്മ ഇത്രയാണ് വെട്ടിത്തന്നത്. അപ്പോൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ലായിരുന്നു. നമ്മൾ മിററിൽ പോയി നോക്കിയിട്ട് എന്തായത്, നമ്മളെ പറ്റിച്ചല്ലോ. അങ്ങനെ പോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഈവനിങ് അമ്മ വെളിയിൽ പോയി, ഹൻസുവിനെ കൊണ്ടുപോയിരുന്നത്. അമ്മ, അച്ഛൻ, അമ്മു, ഹൻസു പോയി. അമ്മൂന് ട്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ഓസി അപ്പച്ചി മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പച്ചി യൂഷ്വലി ആ സമയമൊക്കെ ഉറങ്ങിയായിരിക്കും. അപ്പം ഞാനിങ്ങനെ മിറർ നോക്കിയായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ലെങ്ത്ത് കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ. അപ്പം ഞാൻ 2 സൈഡ് പോണിയായിരുന്നു കെട്ടിയിരിക്കുന്നത്, ഓസി ഒറ്റ സൈഡ് പോണി. ഞാൻ ഓസിയോട് പറഞ്ഞു, ഓസി നമുക്ക് ആരും അറിയാതെ കുറച്ചുകൂടെ മുടി കിട്ടിയാലും ആര് പിടിക്കാൻ. അപ്പോൾ ഓസി അന്നൊരു പാവമായിരുന്നു കേട്ടോ. ഓസി ഇങ്ങനെ വേണോ ഇഷാനി? ഞാൻ ചില്ല, ആരറിയാൻ, അപ്പോൾ ജസ്റ്റ് അങ്ങ് വെട്ടാം. ഓസി ആലോചിച്ചപ്പോൾ ശരി, ആരറിയാൻ, കുറച്ച് മുടിയല്ലേ, എടുത്ത് കളയാം, വെട്ടിയിട്ടങ്ങ് എടുത്ത് കളയാം. ഓക്കെ, സോ നമ്മളിങ്ങനെ വന്നു. ആക്ച്വലി ഈ മുറിയിലാണ് നമ്മൾ വെട്ടിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ഒരു മിററുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ വെട്ടിയത്. അപ്പോൾ ഓസിയുടെ ഐഡിയ ആയിരുന്നു, എൻ്റെ ഐഡിയ ആണെന്ന് അറിഞ്ഞൂടാ. ആരുടെ ആയാലും നല്ല ഉഗ്രൻ ഐഡിയ ആയിരുന്നു. മുടി ഊരണ്ട, ആ കെട്ടിയിരിക്കുന്ന അതിൽ വെച്ച് തന്നെ വെട്ടുക, അതാകുമ്പോൾ എളുപ്പമല്ലേ. ജസ്റ്റ് പിടിക്കുക, വെട്ടുക, അല്ലെങ്കിൽ ഊരി ചീകിയൊക്കെ വെട്ടണം. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ ഞാൻ 2 സൈഡായിരുന്നു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഓസി ആയിരുന്നു. ഓസി ഈ സൈഡിൽ വന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വെട്ടി, ഈ സൈഡിൽ വന്നിട്ട് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വെട്ടി. ഞാൻ ഓസിക്ക് ഭാഗ്യം കണ്ടു, ഒറ്റ സൈഡ് പോണിയായിരുന്നു. അപ്പം ഞാൻ ബാക്കി പോയിട്ട് എത്രയോ വെട്ടിക്കൊടുത്തു. ഞാൻ വിചാരിച്ചു മുടി അഴിക്കുമ്പോൾ ഷാമ്പൂവിൻ്റെ പരസ്യത്തിലെ പോലെ ഇങ്ങനെ വന്ന് വീടെന്ന് വിചാരിച്ചു. പക്ഷേ അഴിച്ചപ്പോഴത്തേക്കും ഷോക്ക് പിടിച്ച പോലെയായിരുന്നു ഇരുന്നത്. ഒരു സൈഡിൽ ഇത്ര ലെങ്ത്തും ഒരു സൈഡിൽ ഇത്ര ലെങ്ത്തും. ഓസി അയച്ചു. ഓസിൻ്റെത് ഏറെക്കുറെ അങ്ങനെ ആയിരുന്നു, എൻ്റെ അത്ര മോശമല്ലായിരുന്നു. നമ്മളിങ്ങനെ തമ്മി നോക്കിയിട്ട് കരയാൻ തുടങ്ങി. കാരണം അമ്മ വന്നിട്ട് കൊല്ലുന്നു മനസ്സിലായി. നമ്മളിവിടെ വിചാരിച്ചു അപ്പച്ചിയോടെങ്കിലും പറയാം. അങ്ങനെ പോയി അപ്പച്ചി പാവ ഉറക്കത്തിനൊക്കെ അടിച്ചത് എന്ത് പിള്ളേരെന്ന് പറഞ്ഞിട്ട് നമ്മളെ നോക്കിയതും ദൈവമേ, സിന്ധുവിനെ പിള്ളേരെ കൊല്ലത്തേ ഉള്ളൂ. കാരണം അമ്മയ്ക്ക് മുടി എന്ന് പറയുന്നത് ഒരു വലിയൊരിതാണ്. പിന്നെ നടന്നതൊക്കെ ഒരു സംഭവമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കുറേ അടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഓസിയെ കൊണ്ട് അമ്മ ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു 100 തവണ. ഐ വിൽ നെവർ എവർ കട്ട് മൈ ഹെയർ ഓൺ മൈ ഓൺ. എന്നിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം നമ്മളെ എവിടെയോ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടി. പിന്നെ ഇത്ര മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ബോറായിരുന്നു 2 പേരെയും കാണാൻ. ഇതായിരുന്നു ഒരു വല്ലാത്തൊരു ഇൻസിഡൻറ്റ്. ഓക്കെ, 6th question. How did you bear the pain for all your piercings? By the way, it suits you so much. Feba 19. Thank you, Feba. പിയേഴ്സിങ്ങിൻ്റെ പെയിൻ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നും അല്ല. പിന്നെ എനിക്കൊരിതുണ്ട്, ഇപ്പം എനിക്ക് വളരെ ആവശ്യമാണ് ഒരു കാര്യമെങ്കിൽ അതിന് കുറച്ച് വേദന സഹിക്കണമെങ്കിൽ ഞാൻ സഹിക്കും. കാരണം കുറച്ച് വേദന സഹിച്ചാൽ പോരെ, വേണ്ട കാര്യം കിട്ടും. സോ 10 സെക്കൻഡത്തെ കാര്യം കുത്തും, അങ്ങ് പിടിച്ചു വെച്ചിരുന്നാൽ തീരും, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആക്ച്വലി, അതിൽ എനിക്ക് വലുതായിട്ട് വേദനിച്ചില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അത് കണ്ടിട്ട് വേദനിച്ചില്ല. ഇറ്റ് ഈസ് ഓക്കെ, ബെയറബിൾ പെയിൻ ആണ്. Seventh question. You are considered the mysterious one among the 4 of you. Is that on purpose? Sanjana Prasad 7. അതെന്നാ അങ്ങനെയൊക്കെ പറയുന്നത്, മിസ്റ്റീരിയസ് ആണ്. എനിക്കങ്ങനെ കള്ളത്തരമൊന്നുമില്ല കേട്ടോ.
അതെന്താണ് അങ്ങനെ വിചാരിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പൊതുവേ എൻ്റെ പേഴ്സണൽ ലൈഫ് അത്ര പബ്ലിസൈസ് ചെയ്യാറില്ല. അതിപ്പോൾ നമ്മൾ ആരും അങ്ങനെ ഒത്തിരി ഒന്നും ചെയ്യാറില്ലല്ലോ. ആൻഡ് ഐ തിങ്ക് അതൊരു എനിക്ക് ഭയങ്കര മിസ്റ്ററി ഉണ്ട്, അതുകൊണ്ടാണെന്നൊന്നുമില്ല. ഐ പ്രിഫർ ടു ബി ലൈക്ക് ദാറ്റ്. ഞാനൊരു ഓപ്പൺ ബുക്ക് അല്ല പൊതുവെ, അത്രേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ കാര്യമൊക്കെ അറിയാം കേട്ടോ. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഇടാറില്ല എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല മിസ്റ്റീരിയസ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ഇടൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ. ഹായ്, ഐ ആം സൂര്യ. ഹായ് സൂര്യ. വാട്ട് വാസ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് ടോയ്? എനിക്ക് ഫേവറേറ്റ് ടോയ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു ടോയ് ഉണ്ടായിരുന്നു ഓഫ് വിച്ച് ഐ വാസ് എക്സ്ട്രീംലി സ്കെയർഡ്. ഈ ഒരു തരം ഡോളുണ്ട്, ഒരു ബാർബീനെ പോലെ ഒരു ഗൗണൊക്കെ ഇട്ടിട്ടുണ്ട്, ഗൗണുണ്ടായിരുന്നു എന്തോ. അപ്പോൾ അതിന് താഴെ ഒരു വീല് പോലെ സാധനം കാണും, അതിലായിരിക്കും ഈ ഡോൾ നിൽക്കുന്നത്. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് അതിങ്ങനെ പോവും ആ ഡോളിങ്ങനെ. അപ്പോൾ ഈ ഡോളിനൊരു പാട്ടും ഉണ്ടായിരുന്നു, ഒരു ഹിന്ദി പാട്ട്, കാജാലഗ എന്ന് പറഞ്ഞൊരു പാട്ട്, എനിക്ക് ഓർമ്മ പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഒരു പ്രേതം വരുന്ന പോലെയായിരുന്നു എനിക്ക് ആ ഡോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും എന്നെ പേടിപ്പിക്കണമെങ്കിൽ ഈ ഡോൾ ഓൺ ചെയ്തങ്ങ് വിടും. ഞാൻ ആലറി വിളിച്ച് വീട് ചുറ്റും ഓടും. ആൻഡ് ഒരു കോമഡി ഉണ്ട്, ഓസി പണ്ട് എന്തിനാണെന്ന് അറിഞ്ഞൂടാ ആ ഡോൾ എടുത്ത് തലയിൽ വെച്ചിട്ട് ഓൺ ചെയ്തു. ആ സാധനം ഫുൾ കറങ്ങി മുടി ഫുൾ അതിൽ കയറി പിടിച്ച അവസാനം വെട്ടിയൊക്കെ കളയേണ്ടി വന്നു. എന്തൊക്കെയല്ലേ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഡോൾ ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി ഹൻസുവിൻ്റെ ഡോളാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹൻസു ബേബി ആയിരുന്നപ്പോൾ അമ്മ വാങ്ങിക്കൊടുത്തതാണ്. ഇപ്പോഴും ഉണ്ട് ഡോൾ കേട്ടോ. ഡോളിൻ്റെ പേര് അപ്പു എന്നാണ്. ഹായ് അപ്പു. അപ്പു പണ്ട് സുന്ദരനായിരുന്നു, പക്ഷെ ഇപ്പം ഹൻസു കരിയൊക്കെ വരച്ച് മോശമാക്കി കൊടുത്തു. ഹൻസു ഇത്ര ഉള്ളപ്പോഴായിരുന്നു അമ്മ ഹൻസുവിന് അപ്പു വാങ്ങിക്കൊടുത്തു. അന്ന് തൊട്ട് അപ്പു ഉണ്ട്. അപ്പം നമ്മൾ അപ്പുവിനെ ഒരു ഡോളായിട്ടല്ല, ആക്ച്വലി നമ്മുടെ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത് അപ്പു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among your 3 sisters, whose outfits do you steal mostly? സജ്ന മറിയ ദാസ്. ഹായ് സജ്ന. സത്യം പറയാലോ, ഇതുപോലും എൻ്റെ ഉടുപ്പല്ല, ഇത് അമ്മൂൻ്റെ ഉടുപ്പാണ്. പക്ഷെ ഞാൻ മോസ്റ്റ്ലി സ്റ്റീൽ ചെയ്യാറുള്ളത് ഓസിയുടെ ആണ്. ആക്ച്വലി സ്റ്റീൽ അല്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടാണ് ഇടാറുള്ളത്. ഞാൻ ചോദിക്കും യൂസ് ചെയ്തിട്ടോട്ടെ, മിക്കപ്പോഴും പറ്റില്ല എന്ന് പറയും, പിന്നെ ഞാൻ കാലൊക്കെ പിടിച്ച് സമ്മതിപ്പിക്കും. റീസൺ ഞാൻ ഓസിയും ഏകദേശം ഒരേ സൈസായതുകൊണ്ട് ഓസിയുടെ കൂടുതൽ ഇടാറുള്ളത്. പിന്നെ ഇങ്ങനത്തെ ചില സൈസ് ഉണ്ട്, ഫ്രീ സൈസ് പോലെ ആർക്കും വേണം ഇടാം, അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടും. വാട്ട് മേക്സ് യു ആംഗ്രി? സാലിയ എൽദോ. ഹായ് സാലിയ. ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ദേഷ്യം വരാറുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2 കാര്യം. ഫസ്റ്റ് വൺ, എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മൈ സ്പെല്ലിംഗ് ഇസ് ISHAANI, ഡബിൾ എ ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ സ്ഥലത്ത് പോയാലും ഒരു എ എഴുതത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഞാൻ പറയും 2 A ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ISHANI അത് കാണുന്ന ഞാൻ. സോ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും പ്ലീസ് എൻ്റെ പേര് തെറ്റിക്കരുതായിരുന്നു, പേരിൻ്റെ സ്പെല്ലിംഗ്. എനിക്ക് തോന്നുന്നു അമ്മൂനും ഇതേ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. HAANA ആണ്, പക്ഷെ പലരും HANA എഴുതുന്നത്. Second thing which makes me angry is birthday cakes ഫൺ എന്ന് പറഞ്ഞ് ക്രീം എടുത്ത് മുഖത്ത് തേക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി. ഈ ലോകത്ത് ഭക്ഷണം കിട്ടാതെ ഒരുപാട് പേരുണ്ട്, അപ്പോഴാണ് ക്രീം എടുത്ത് മുഖത്ത് തേച്ച് അത് ഫണ്ണാണെന്ന് പറയുന്നത്, വിച്ച് ഇസ് വെരി ബാഡ്. പിന്നെ സ്കിന്നിന് അത് എത്ര ബാഡാണെന്നറിയോ? അത് ഫുൾ ഓയിലും മുട്ടയൊക്കെയാണ്. അതിങ്ങനെ സ്കിന്നിലോട്ട് തേച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സോ അത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പ്ലീസ്, ഇറ്റ്സ് എ വെരി ബാഡ് തിങ് ടു ഡു. കേക്ക് കഴിക്കാനല്ലേ, അത് വെട്ടി കഴിക്കുക, മുഖത്ത് തേക്കുന്ന പരിപാടിയൊന്നും വേണ്ട. 11th question. ഇഷാനിയും ദിയയും ഒരുമിച്ചായിരുന്നു കോളേജിൽ പൊയ്ക്കൊണ്ടിരുന്നത്. നൗ ഡു യു മിസ് ഗോയിങ് ടു കോളേജ് വിത്ത് ഹർ? ഐന. ഹായ് ഐന. കോളേജ് എത്തിയിട്ട് ഉള്ളതിനെക്കാട്ടി നമ്മൾ കോളേജ് ബസ്സിലായിരുന്നു പോകുന്നത്. അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാറുണ്ട് ബസ് സ്റ്റോപ്പ് വരെ. അപ്പോൾ ആ ഒരു നടപ്പ് ഒറ്റയ്ക്കാകുമ്പോൾ വളരെ ബോറാണ്. അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, കോളേജിലേക്ക് പോകുന്നതും തിരിച്ച് വീട്ടിൽ വരുന്നതും. സോ ആ ഒരു പോക്ക് ഞാൻ നല്ല മിസ് ചെയ്യുന്നുണ്ട് ഓസിൻ്റെ. പിന്നെ കോളേജിലും നമ്മൾ 2 പേരും ലിറ്ററേച്ചർ ആയിരുന്നു, അപ്പോൾ അടുത്തടുത്തായിരുന്നു ക്ലാസ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തമ്മിൽ കാണും,
ചുമ്മാ നിന്ന് കോമഡിയൊക്കെ അടിക്കുമായിരുന്നു. അപ്പം അതൊക്കെ കുറച്ച് മിസ് ചെയ്യുന്നു ചോദിച്ചാൽ ഉണ്ട്. 12th question. If you had a chance to meet a cartoon character, who would you choose? Vishnu Ram. Hi Vishnu. എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ മിസ്റ്റർ ബീനെ കാണണം എന്ന് പറയും. റിയൽ മിസ്റ്റർ ബീൻ ആണ്. എനിക്ക് ആനിമേറ്റഡ് മതി. ആനിമേറ്റഡ് കുറച്ചൊരു ക്യൂട്ടായിട്ട് തോന്നാറുണ്ട്. എനിക്ക് ഈവൻ ഐ ഹാവ് എ ഫോൺ കവർ ഓഫ് മിസ്റ്റർ ബീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്റ്റർ ബീൻ. ഹി സോ ക്യൂട്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ഒരാളെയും കൂടെ കാണണം. ഇത് കുറച്ച് സീരിയസ് കാര്യമാണ്. ഞാൻ ഈ അടുത്ത് അറിഞ്ഞായിരുന്നു ദാറ്റ് ചോട്ടാ ഭീം ഇന്ദുമതിനെ കല്യാണം കഴിച്ചു എന്ന്. അല്ല, ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ചുട്കിക്ക് ചോട്ടാ ഭീമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എത്ര ലഡ്ഡുവാണ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ചുട്കി ഭീം ഇങ്ങനെ പൈസയുടെ പിറകെ പോകുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ലായിരുന്നു. എനിവേസ് ഭീമിനെ കാണുകയാണെങ്കിൽ ഞാൻ പറയും വളരെ മോശമായി പോയിരുന്നു. ചുട്കി. 13th question. Have you ever slept alone without your siblings or friends? No way, right? Abhay Ajay. ഇല്ല, ഞാൻ കിടന്നിട്ടില്ല ഒറ്റയ്ക്ക്. ഉച്ചക്കൊക്കെ കിടന്നിട്ടുണ്ട്. രാത്രി ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. വീട്ടിൽ എപ്പോഴും എല്ലാവരും ഉണ്ട്. പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ 4-5 പേരായിട്ടാണ് കിടക്കുന്നത്. സോ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. കിടക്കാനുള്ള ധൈര്യമുണ്ടോയെന്നും എനിക്കറിയില്ല. ഓക്കെ. 14th question. Who takes longer to get ready in the morning among you and your sisters? Dream girl. Hi dream girl. In the mornings മാത്രമല്ല, എപ്പോഴും ഏറ്റവും ലാസ്റ്റ് റെഡി ആവുന്ന ഞാനാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് റെഡി ആവുന്നതിൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കാനായാലും കുളിക്കാനായാലും എന്തൊരു കാര്യത്തിലും ഞാനാണ് ഏറ്റവും ലാസ്റ്റ്. ഞാൻ എല്ലാം ഇങ്ങനെ സ്ലോ മോഷനിലാണ് ചെയ്യുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം, സ്ലോ ആയിട്ട്. അത് പലപ്പോഴും എനിക്ക് പണി തന്നിട്ടുണ്ട്. ലൈക്ക് 5 മിനിറ്റിലൊക്കെ റെഡി ആയിട്ട് വരാനൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടു. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരുപാട് സമയം വേണം. 15th question. What is happiness in your perspective? Savannah. Hi Savannah. ഞാനിപ്പോൾ ഒരു വലിയ ആളൊന്നും അല്ല ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ. എന്നാലും ഇപ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ രാവിലെ എണീക്കുമ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ ഐ കൺസിഡർ മൈസെൽഫ് ഹാപ്പി. അതെനിക്ക് തോന്നുന്നു പൊതുവെ ആർക്കും അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. മനസ്സമാധാനത്തോടെയാണ് എണീക്കുന്നതും കിടക്കാൻ പോകുന്നതിലും ഐ തിങ്ക് ദാറ്റ് പേഴ്സൺ ഈസ് ഹാപ്പി ഇനഫ്. ഓക്കെ. 16th question. Will you share any paranormal experiences if you have undergone any? Parvati. ഇത് പാരനോർമൽ എക്സ്പീരിയൻസ് ആണോ അതോ കോയിൻസിഡൻസ് ആണോ എന്ന് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സ് ആരതി, ദേവനതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നടന്ന സമയത്ത്. ആരതിയുടെ വീട്ടിലായിരുന്നു സംഭവം. നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു അക്കൗണ്ടൻസി ട്യൂഷന് പോകാറുള്ളത്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു ദിവസം ജസ്റ്റ് ആരതിയുടെ വീട്ടിൽ പോയി എന്തോ പ്രോജക്റ്റ് എന്തോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ട്യൂഷനിൽ പോകാനായിരുന്നു പ്ലാൻ. സോ ആ ഒരു ഇടയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓജോ ബോർഡ് കളിക്കുമായിരുന്നു. ഓക്കെ, ഒരു ഫണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി തന്നെ ഗൂഗിൾ ഇമേജസ് നിന്ന് ഓജോ ബോർഡിൻ്റെ ഒരു റിയൽ പേപ്പറിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആൻഡ് നമ്മൾ ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ട്, ഏതോന്നും വന്നില്ല കേട്ടോ. സോ ദിസ് പേപ്പർ ആരതിയുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഇനി ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണെങ്കിലോ പ്രേതം വരാതെ നമുക്ക് തൻ്റെ വീട്ടിൽ ചെയ്ത് നോക്കാം. അന്ന് ആരതിയുടെ വീട്ടിൽ ആരുമില്ല, ജസ്റ്റ് ദ 3 of us. അങ്ങനെ നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ധൈര്യമൊക്കെ കാണിച്ചു കേട്ടോ. ഒരു റൂമിൽ പോയിരുന്നിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ചു കോയിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നൊക്കെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഫൺ. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ വെച്ച് അടിക്കാനാണ് തോന്നുന്നത്. ലൈക്ക് വൈ ഡിഡ് യു ഡൂ ദാറ്റ്? അതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാതെയാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ ഒരു ഫണ്ണിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് വി ഡിഡ്. പേടിക്കണ്ട, പ്രേതമൊന്നും വന്നില്ല കേട്ടോ. നമ്മളൊന്നും വരുന്നില്ലല്ലോ പോവാമെന്ന് പറഞ്ഞ് ആ മുറീൻ്റെ പുറത്ത് ഇറങ്ങിയതും കറണ്ട് പോയി. ചെറുതായിട്ട് പേടിച്ചോ എന്ന് ചോദിച്ചാൽ പേടിച്ചു. 3 പേരും അത്രയും നേരം ഭയങ്കര ധൈര്യം കാണിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ. നമ്മൾ പേടിച്ചു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ റൂമിൽ തിരിച്ച് കയറി നമ്മളിങ്ങനെ എന്താ കറണ്ട് അല്ലാതെ പോയതായിട്ട് ഹോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ പിന്നെയും കറണ്ട് പോയി. പിന്നെ
പിന്നെ ആ റൂമിൽ നമ്മൾ തിരിച്ച് കയറാൻ തീരുമാനിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി ഹാളിൽ വന്നിരുന്നു. നമ്മൾ വിചാരിച്ചു നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിക്കാം, വീട്ടിൽ വരാനല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം സംസാരിക്കാം, അതാകുമ്പോൾ ഇതൊക്കെ മറക്കുമല്ലോ. അപ്പോൾ ദേവനിധിയുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജനലിൽ നിന്ന് ഒരു വലിയ കാറ്റടിച്ചിട്ട് അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് താഴെ വീണ് പൊട്ടി. മതിയായി നമുക്ക്. നമ്മൾ ഓജോ ബോർഡിൻ്റെ പേപ്പറും ക്യാൻഡിലും അതിൽ ഉപയോഗിച്ച കോയിനും ഈ പൊട്ടിയ ഗ്ലാസ്സും എല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് നമ്മൾ നമ്മുടെ സാധനങ്ങളും എടുത്ത് ഡോറും പൂട്ടി ഒരു ഒറ്റ ഓട്ടമാണ്. പോകുന്ന വഴി നമ്മൾ ആ ഫുൾ കവറെ എടുത്ത് എവിടെയോ കളഞ്ഞു. ആൻഡ് ആ ദിവസത്തെ ഒരു ഫോട്ടോ ഇപ്പോഴും എനിക്കുണ്ട്. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആവാം, അല്ല കോയിൻസിഡൻസ് ആണ്, പ്രേതൊന്നും വന്നില്ല. എന്നാലും നല്ല പേടിച്ചു ആ ദിവസം. ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് പേടിയാവും. ഓക്കെ. What did you think was cool then when you were young but isn't cool now? Sri SREEEE 5 E ഉണ്ട് കേട്ടോ. ശ്രീ. കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ സോക്സ് ഇങ്ങനെ ഭയങ്കര താത്തിയിടാൻ ഇഷ്ടമായിരുന്നു. 12th വരെ ഞാൻ അങ്ങനെയാണ് പൊക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നോർമൽ താത്തിയിടും. അപ്പോൾ ഞാനൊരു 5th or 4th ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഒരു പുതിയ ട്രെൻഡ് ഇറങ്ങി നമ്മുടെ ഇടയിൽ. സോക്സ് ഇങ്ങനെ മടക്കും. അതായത് ഒരു വടേൻ്റെ ഷേപ്പിലാവും. അത് അവസാനം മടക്കി വരുമ്പോഴത്തേക്കും കാല് 2 വട പോലെ, വെള്ള വട. അന്ന് ഭയങ്കര സ്റ്റൈലെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു. ഞാനും ഓസി. അമ്മു ചെയ്തിട്ടുണ്ടോ നോക്കുന്നില്ല. ഞാനും ഓസി അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ആലോചിക്കുമ്പോൾ 2 ബഫൂൺസ്. ഓക്കെ. ഫാമിലിയിൽ ഏറ്റവും സൈലന്റ് ഇഷാനിയാണ്. അത് ചൈൽഡ്ഹുഡ് മുതൽ അങ്ങനെയാണോ അതോ ആഫ്റ്റർ സം ഇൻസിഡൻറ്റ്? Sherin_ZZZ. ഷെറിൻ, ഇത് ആരാണ് പറഞ്ഞത് ഞാനാണ് ഏറ്റവും സൈലന്റ് എന്ന്? അതും കുഞ്ഞിലേ മുതലല്ലേ? നിങ്ങൾ ഇയർഫോൺസ് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് സൗണ്ട് കുറച്ചോ, കാരണം ഞാനൊരു വീഡിയോ കാണിക്കാൻ പോവുകയാണ്. എൻ്റെ കുഞ്ഞിലത്തെ വീഡിയോ ഏറ്റവും സൈലന്റ് ആണെന്ന് കാണിക്കാൻ. പൊട്ടാവശ്യമുള്ള പൂക്കളും ഇഷ്ടം വരുന്നത്. പക്ഷേ ബോള ആ ചെത്തമില്ല. അപ്പോഴാണെങ്കിൽ അച്ഛനൊക്കെ അപ്പോഴാണെങ്കിൽ യാതൊരു ദേശത്ത് അവൾ വയതിന് മുമ്പാണെങ്കിൽ ആദ്യം ഒരു കുടി ഉണ്ടാക്കി കുറെ മണ്ണൊക്കെ എന്നിട്ട് കുറെ ഗ്ലാസ് ഇട്ടിട്ട് പിന്നെ എഴുത്തിലുള്ള ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. ആക്ച്വലി നമ്മളെ വീട്ടിൽ ആരും സൈലന്റ് അല്ല. പിന്നെ ഞാൻ മിങ്കിൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. എനിക്ക് പെട്ടെന്ന് പുറത്തൊരാളെ കണ്ട ഹായ് ഹൗ യു എന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. മിണ്ടാതെ റിസർവ് ആയിട്ടിരിക്കും. അപ്പോൾ അവർ വിചാരിക്കും റിയലി സൈലന്റ്. പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ ദാറ്റ് സൈലന്റ് ഒന്നുമല്ല, അത്യാവശ്യമൊക്കെ സംസാരിക്കും. പിന്നെ ഞാൻ അങ്ങനെ ഓവർ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ, ആവശ്യം ഉള്ളപ്പോൾ സംസാരിക്കും. 19th question. What do you like the most in Ahana, Diya, yourself and Hansu? Chanchal. Hi Chanchal. ഞാൻ എൻ്റെ കാര്യം പറയുന്നില്ല കേട്ടോ, അത് ഞാനല്ലല്ലോ പറയണ്ടേ. അമ്മുൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അമ്മുവാണ് നമ്മുടെ വീട്ടിലൊരു ടെക്കി. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോണിൻ്റെ സംശയമോ ലാപ്ടോപ്പിൻ്റെ സംശയമോ അങ്ങനത്തെ കാര്യം ഉണ്ടെങ്കിലും അമ്മൂൻ്റെ അടുത്ത് പോയാൽ നടക്കും, ഉറപ്പാണ് നടക്കും. എല്ലാം ഇങ്ങനെ ചെയ്യും. ഞാൻ നോക്കി പഠിക്കാനൊക്കെ നോക്കും, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഇപ്പോൾ ഈവൻ ഈ വീഡിയോ പോലും ഞാൻ അമ്മൂനെ കൊണ്ടായിരിക്കും എഡിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അറിഞ്ഞൂടാ ചെയ്തു തരുമെന്ന്. എനിവേസ് അങ്ങനത്തെ കാര്യങ്ങളിൽ അമ്മു ആണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഏക പ്രതീക്ഷ. അമ്മു എന്ന് പറയുമ്പോഴത്തേക്കും ഷീ ഈസ് വെരി ബോൾഡ്. ഒരാളോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ആക്ച്വലി അമ്മൂനെ കണ്ട ഇങ്ങനെ എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതാണ് അമ്മു. ദിയ, ഓസി ഷീ ഈസ് എ വെരി കൂൾ ക്യാരക്ടർ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം, പക്ഷെ പറയാനൊരു പേടി. ലൈക്ക് അയ്യോ ഇവർ എന്ത് വിചാരിക്കും എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓസിയോട് നമുക്ക് കൂളായിട്ട് പറയാം. കാരണം അവൾ ആണോ അതിനിപ്പോൾ അങ്ങനെ എടുക്കും. അതിപ്പോൾ വേറൊരാളുടെ കാര്യമായാലും ശരി, ഓസിയുടെ സ്വയം ഒരു കാര്യമായാലും ശരി,
ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വിച്ച് ഇഫ് ഹാഡ് ഹാപ്പൻ ടു മീ ഐ വുഡ് ഹവ് റിയാക്റ്റഡ് ഇൻ എ വെരി ബാഡ് വേ. പക്ഷേ ഓസി എല്ലാത്തിനും ഇങ്ങനെ കൂളായിട്ടിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഷീ ഈസ് എ വെരി കൂൾ ക്യാരക്ടർ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ലൈറ്റായിട്ട് എടുക്കും. പിന്നെ ഹൻസു ആണ് നമ്മുടെ വീട്ടിലെ എൻ്റർടൈനർ. ടി വി, ലാപ്ടോപ്പ്, ഫോൺ ഇതൊന്നും വേണ്ട ഹൻസു ഉണ്ടെങ്കിൽ. ഫുൾ ടൈം ഹൻസു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ സോ ക്യൂട്ട്, ഐ ലവ് ഹർ. ഹൻസു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വളരെ വളരെ ബോറായിരുന്നു ശരിക്കും. ഇതാണ് എല്ലാവരുടെയും ഒരു മെയിനായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയൊരു കാര്യം. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ടിട്ട് എനിക്ക് ഹായെന്ന് തോന്നിയോണ്ടല്ല, കുറേ നാളായിട്ട് എനിക്കൊന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും ഏകദേശം എന്താണെന്നാലും ഞാൻ പറയാം. ഇഷാനി ചേച്ചി, ഡു യു ഫീൽ ബാഡ് അബൌട്ട് ബീങ് സ്കിന്നി? ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? ആൻഡ് ഐ ഹാവ് ദ സെയിം പ്രോബ്ലം. _A_LLU അല്ലു എൻ്റെ ഫ്രണ്ടിൻ്റെ അതേ പേര്. ഇൻഫാക്ട് എൻ്റെ ഫ്രണ്ടും നല്ല തിന്നാണ്. അല്ലും ഞാനും നമ്മൾ രണ്ടുപേരും നല്ല തിന്നാണ്. ആൻഡ് നമ്മൾ കോളേജിൽ എപ്പോഴും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത്, മെലിഞ്ഞിരുന്നാൽ എന്താണ് കുഴപ്പം? ദർ ആർ 2 types of people. ഓക്കെ, ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ കൺസേൺഡ്, ലൈക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, എന്താ മെലിഞ്ഞിരിക്കുന്നതെന്നൊക്കെ. മെലിഞ്ഞിരിക്കുന്ന ഒരു അസുഖമൊന്നും അല്ലടൂ. വണ്ണമുള്ളവരുണ്ട്, നോർമൽ സൈസ് ഉള്ളവരുണ്ട്, മെലിഞ്ഞിരിക്കുന്നവരുണ്ട്. എനിക്ക് അസുഖമൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ലപോലെ കഴിക്കും, ഐ വർക്ക് ഔട്ട്. പിന്നെ വർക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരമുണ്ട്, അയ്യോ ഇത്രയും മെലിഞ്ഞലിരിക്കുന്നത് പിന്നെ എന്തിനാ വർക്ക് ഔട്ട് ചെയ്യുന്നത്? ഈ വർക്ക് ഔട്ട് ചെയ്യുന്നത് വണ്ണമുള്ളവർ മെലിയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. വെയിറ്റ് ഗെയിനിങ് വർക്ക് ഔട്ട് ഉണ്ട്. ഞാൻ അതാണ് ചെയ്യാറുള്ളത് വീട്ടിൽ തന്നെ. ഐ എം ഹെൽത്തി, എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. സോ കൺസേൺഡ് ആയിട്ടുള്ളവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. താങ്ക് യു ഫോർ ബീങ് കൺസേൺഡ്. പക്ഷേ കൺസേൺഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബീങ് തിൻ ഇസ് എ വെരി നോർമൽ തിങ് ഫോർ എ ഗേൾ മൈ ഏജ്. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, കളിയാക്കുന്നവർ. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇതെന്താ കമ്പിൽ തുണി ചുറ്റി വെച്ചേക്കാണോ, പെൻസിലാണോ, ഇപ്പോൾ ഒടിഞ്ഞ് വീഴുമല്ലോ, വീട്ടിലാരും ഒന്നും കഴിക്കാൻ തരാറില്ലേ, അയ്യോ ഇഷാനി പണ്ട് ഭയങ്കര ചബ്ബിയായിരുന്നല്ലോ, എന്ത് പറ്റി, ഇത് കൊള്ളത്തില്ലല്ലോ. സത്യം പറയാലോ, നിങ്ങളുടെ ഈ ഒരു കമൻറ്റും എന്നെ ഒരു രീതിയിലും ഫ്രസ്ട്രേറ്റഡോ സാഡോ ഒന്നും ആക്കത്തില്ല. ഇത് നിങ്ങളുടെ ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ബോഡി ഷെയിം എന്നുള്ള കാര്യം ഇസ് എ വെരി ബാഡ് തിങ് ടു ഡു. അതിപ്പോൾ ഒരു വണ്ണമുള്ള ആളായാലും ശരി, മെലിഞ്ഞ ആളായാലും ശരി. വണ്ണമുള്ളവരെ പൊതുവെ അങ്ങനെ പബ്ലിക്കായിട്ട് കളിയാക്കാറുണ്ട്, പക്ഷേ കുറവാണ്. ഈ മെലിഞ്ഞവരെയാണ് വളരെ പബ്ലിക്കായിട്ട് ഒരു ഫൺ രീതിയിൽ കളിയാക്കാറുള്ളത്. ഇറ്റ്സ് നോട്ട് ഫൺ. മെലിഞ്ഞവർക്കും ഫീൽ ആവും, എനിക്ക് ഫീൽ ആവും നല്ല കേട്ടോ പറഞ്ഞിരുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഒരു ബാബി ഡോളിൻ്റെ ഒക്കെ ഫിഗർ കണ്ടിട്ടുണ്ടോ, എന്നെക്കാട്ടി മെലിഞ്ഞിട്ട്. എവ്രിവൺ ലൈക്സ് ബാബി, സോ ഐ കൺസിഡർ മൈസെൽഫ് എ ബാബി. ഐ എം കൂൾ. എനിക്കൊരു പ്രശ്നമില്ല മെലിഞ്ഞിരിക്കുന്നതിൽ. ഇറ്റ്സ് സോ ഈസി ഫോർ മീ ടു ജമ്പ് അറൗണ്ട്, വാക്ക് അറൗണ്ട്. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ലൈക്ക് അവരുടെയൊക്കെ ഒരു വെറി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, അങ്ങനെ ഇങ്ങനെ ജിമ്മിൽ പോകണം, പൈസ കൊടുക്കണം. എനിക്ക് ഒരു ജിമ്മിലും പോകേണ്ട പൈസയും കൊടുക്കണ്ട, എത്ര വേണോ തിന്നാം, ഞാൻ ഒരു വെയിറ്റ് ഇടത്തില്ല. പിന്നെ അത്യാവശ്യം ഒരു ബോഡി വെയിറ്റ് വേണമെന്നുണ്ട്, അതിന് ഐ ആം ഈറ്റിംഗ് ആൻഡ് വർക്കിംഗ് ഔട്ട്. അത് സമയമാകുമ്പോൾ വന്നോളും, എനിക്ക് അത് മതി. പിന്നെ എല്ലാവരും പറയും പണ്ട് ഇഷായി ഭയങ്കര വണ്ണമായിരുന്നു എന്നൊക്കെ. ഭയങ്കര വണ്ണം എന്നല്ല, കറക്റ്റ് വണ്ണമായിരുന്നു. ആക്ച്വലി എൻ്റെ ബോഡി ഒന്നും പണ്ടും വണ്ണമൊന്നുമില്ല, ഇതുപോലെയായിരുന്നു. എൻ്റെ ഫേസ് കുറച്ചുകൂടെ ചബ്ബിയറായിരുന്നു, അത് കുറച്ച് മെലിഞ്ഞു. അതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, അത് താനേ ബോഡിയിൽ ഓരോ ബയോളജിക്കൽ ചേഞ്ചസ് വരുമ്പോൾ അത് അങ്ങനെ ആയതാണ്. സോ ബോഡി ഷെയിം ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, പ്ലീസ് ഗെറ്റ് എ ലൈഫ്. ഇറ്റ്സ് നോട്ട് ഫൺ ടു മോക്ക് എനിവൺ ഫോർ ബീങ് തിൻ ഓർ ഫാറ്റ്. പ്ലീസ് സ്റ്റോപ്പ്. നിങ്ങൾ ബോഡി ഷെയിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. ഇറ്റ്സ് നോട്ട് ഫൺ. സോ എന്നെപ്പോലെ മെലിഞ്ഞവർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഫീൽ ആവുന്നതോട് എനിക്ക് ഒന്നേ പറയാവുള്ളൂ, ഡോണ്ട് ഫീൽ ബാഡ്, എൻജോയ് ബീങ് തിൻ. അമ്മ എപ്പോഴും പറയും, അമ്മയുടെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഇഫ് യു പുട്ട് ഓൺ വെയിറ്റ് ആഗ്രഹിക്കൊന്ന് മെലിഞ്ഞാൽ കൊള്ളാമല്ലോ എന്ന്. സോ ഈ പ്രായത്തിൽ മെലിഞ്ഞിരിക്കുന്നത് ഫൈൻ, ബി ഹാപ്പി. ഐ എം ഹാപ്പി. ദർ വാസ് എ പോയിന്റ് വെൻ എനിക്ക് ഒത്തിരി ആൾക്കാരുടെ കമൻറ്റ്സ് കേൾക്കുമ്പോൾ ഐ യൂസ് ടു ഫീൽ സോ ബാഡ് ആൻഡ് സോ ലോ. പക്ഷെ പിന്നെ ഐ അണ്ടർസ്റ്റുഡ്, ആൾക്കാർ പലതും പറയും. ഞാൻ കുറച്ച് വണ്ണം വെച്ചാൽ ചിലപ്പോൾ പറയും, അയ്യോ പണ്ടത്തെ ആയിരുന്നു നല്ലത്, ഇപ്പോൾ വണ്ണം വെച്ചു. സോ ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് സേ. ഇഫ് യു ആർ ഹാപ്പി ദെൻ ദാറ്റ്സ് ഇറ്റ്.
ബോഡിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സമയമാകുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിരിക്കുന്നു. ഹോപ്പ് യു ഹാഡ് ഫൺ. താങ്ക് യു ഗൈസ്. സോ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ആസ് ഐ ടോൾഡ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ എല്ലാം വായിക്കും ആൻഡ് പറ്റുന്നതിനെല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എനിവേസ്, താങ്ക് യു ഗൈസ്. ബൈ.